നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 ശ്ലോകം 15. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. ഈ ശ്ലോകത്തിൽ യജ്ഞാർത്ഥ കർമ്മത്തെ, അതായത് കൃഷ്ണപ്രീതിക്ക് മാത്രമുള്ള കർമ്മത്തെ വീണ്ടും വിശദമായി വിവരിക്കുന്നു. യജ്ഞപുരുഷനായ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം തേടേണ്ടത് ബ്രഹ്മത്തിൽ അഥവാ ദിവ്യമായ വേദത്തിൽ നിന്നാണ്. കർമ്മസംബന്ധിയായ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് വേദങ്ങൾ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മം, ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്നു. കർമ്മത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേദവിധി അനുസരിച്ച് പ്രവർത്തിക്കണം. വേദങ്ങളെല്ലാം തന്നെ പരമദിവ്യോത്തമ പുരുഷന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നേരിട്ട് രൂപം കൊണ്ടവയാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നുണ്ടായവയാണ്. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായ ഭഗവാന് ശ്വാസത്തിലൂടെ സംസാരിക്കാൻ കഴിയും. ഓരോ ഇന്ദ്രിയത്തിലൂടെയും മറ്റിന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ ഭഗവാന് പ്രയാസമില്ല. ശ്വാസം കൊണ്ട് സംസാരിക്കാം, ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണമേറ്റ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉദ്ഭവിച്ചു എന്ന് പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ ആത്മാക്കളെ ഉത്പാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ വൈദിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കൾക്കെല്ലാം ഭൗതിക സുഖാസ്വാദനത്തിലാണ് ആസക്തിയെന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് ആ വഴിപിഴച്ച ആഗ്രഹങ്ങൾ നിറവേറ്റി മിഥ്യാസുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താനുതകുന്ന വിധത്തിലുള്ളവയാണ് വേദങ്ങളുടെ നിർദ്ദേശങ്ങൾ. ബദ്ധരായ ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ അവ വഴിവെക്കുന്നു. അവർ കൃഷ്ണാവബോധന്മാരായി വൈദിക നിർദ്ദേശം അനുസരിച്ചുള്ള യജ്ഞ പരിപാടികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. അത് വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും.